കുറച്ചധികം കൊറിയർ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഒരു 10 days മുന്നേ ഓർഡർ ചെയ്തിരുന്ന ഐറ്റംസ് ആയിരുന്നു. അപ്പം അതെല്ലാം എത്തിയിട്ടുണ്ട്. ഇന്നൊരു റെസ്റ്റ് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതേ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം നമുക്കിത് ഓരോന്നോരോന്നായി ഞാൻ തുറന്നു നോക്കിയാലോ. ഇതെല്ലാം കിച്ചണിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന ഐറ്റംസാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പാണ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കിച്ചണിൽ ഐറ്റംസ് വേണമെന്ന് തോന്നി. എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ നേരിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം നമുക്ക് തുറന്നു നോക്കാം. ഓയിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യില്ലേ, അങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ചെറിയ എന്തൊക്കെയോ ഒരു ഡാമേജ് പോലെയൊക്കെ കണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമില്ല. 2 ഐറ്റം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. ഇതൊരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 158 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രൈസിന് ഇത് വർത്താണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഇത് ആക്ച്വലി കിച്ചൺ ഐറ്റം അല്ല, ഇതൊരു നമ്മുടെ ജ്വല്ലറി ഓർഗനൈസറില്ലേ, അതാണ്. എൻ്റെ ജ്വല്ലറീസ് എല്ലാം ഇങ്ങനെ പല പല ബോക്സസിലായിട്ട് വെച്ചതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് നോക്കുന്നൊന്നും കാണാറില്ല. അപ്പം ഞാനിതൊന്ന് വാങ്ങിക്കാൻ വെച്ചു. എങ്ങനെയുണ്ട്? നെക്സ്റ്റ് ഐറ്റം ഇതൊരു കണ്ടെയ്നറാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്, പക്ഷെ ഇത് അൺബ്രേക്കബിൾ ആണെന്നൊക്കെയാണ് പറയണത്. അറിയില്ല, നോക്കാം. ഞാൻ ഇത് ഷുഗർ, സോൾട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് വെക്കാൻ ഒരേപോലത്തെ കുറച്ച് ഭംഗിയല്ലേ എന്നൊക്കെ കരുതി വാങ്ങിച്ചതാണ്. നോക്കാം, 4 എണ്ണം ഉണ്ട്. ലാസ്റ്റ് ഐറ്റമാണ്. ഇതാണ് മെയിൻ ഐറ്റം. അതായത് അതിൻ്റെ ലിഡാണേ. ഇതൊരു സ്റ്റാൻഡാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ ബോട്ടിൽ, അതേപോലെ തന്നെ ഷുഗർ, സോൾട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഇങ്ങനെ പരത്തിയിടാതെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കണക്കാക്കിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഐറ്റം വാങ്ങിയിട്ടുള്ളത്. ചെറിയൊരു ഡാമേജ് പോലൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും എത്തിയതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.